പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയാം. എൻ്റെ ഏറെക്കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ബാറ്ററി അസംബിൾ ചെയ്യുക എന്നുള്ളത്. ലിഥിയം ബാറ്ററി വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ട കാരണം. 7Hൻ്റെ ബാറ്ററിയാണ് ഞാൻ ഉപയോഗിച്ചത് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കംപ്ലീറ്റ് ലെഡും കാര്യങ്ങളെല്ലാം എടുത്ത് ഒഴിവാക്കി, കട്ട് ചെയ്ത് ഒഴിവാക്കി, നല്ല വൃത്തിയായിട്ട് പേപ്പറൊക്കെ ഇട്ട് സെറ്റാക്കി. പിന്നെ ഞാൻ ഇതിലേക്ക് 21 ബാറ്ററി എടുത്തു, 2600 mAhൻ്റെ ബാറ്ററി എടുത്തു. അതാണ് ഞാൻ ഇതിലേക്ക് കയറ്റാൻ തീരുമാനിച്ചത്. പിന്നെ കുഴപ്പമില്ലാത്ത നല്ല കമ്പനിൻ്റെ ബാറ്ററിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കൂടാതെ ഞാൻ പഴയ ബാറ്ററിയും ഇതേപോലെ ഞാൻ ഒരു 21 ബാറ്ററി എടുത്തിരുന്നു. എന്താ വെച്ചാൽ ഞാൻ അതിൽ പരീക്ഷിച്ചതിന് ശേഷം ഇതിൽ കേസിലാക്കി സെറ്റാക്കിയാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ 40 ആംപിയറിൻ്റെ ഒരു BMS ബോർഡ് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട്, അതാണ് ഞാൻ ഇതിലേക്ക് എടുത്തത്. ഞാൻ പഴയ ബാറ്ററിയിലാണ് ആദ്യം ഞാൻ കണക്ട് ചെയ്തത്. അത് സക്സസ് ആയെന്നുള്ളത് ഉറപ്പായതിൻ്റെ ശേഷമാണ് ഞാൻ ആ പുതിയ ബാറ്ററി ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും അസംബിൾ ചെയ്ത് സെറ്റാക്കിയിട്ട് ആ കേസിലാക്കി വെച്ചത്. ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത്. ഇതിൽ പുതിയ ബാറ്ററിയാണ് ഈ ബാറ്ററിയിൽ ഇതിൽ കേസിൽ വെച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ ഏറെ കാലത്തുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു സ്വന്തമായിട്ടൊരു പവർ ബാങ്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. പവർ ബാങ്ക് സിസ്റ്റം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും എവിടെയെങ്കിലൊക്കെ ടൂറ് പോകുമ്പോഴും അതേപോലെ മൊബൈൽ ചാർജ് ചെയ്യാനും നമുക്ക് ബാഗിലിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ. ഇതിപ്പോൾ ഏകദേശം ഒരു 7.5 മണിക്കൂർ 8 മണിക്കൂറോളം എനിക്ക് കിട്ടുന്നുണ്ട് ബാക്കപ്പ്. 40 വാട്ട്സിൻ്റെ ബൾബ് ലോഡ് ചെയ്തിട്ട് അത് ഞാൻ ചെക്ക് ചെയ്തതാണ്. ആ പവർ ബാങ്ക് സിസ്റ്റത്തിനെ പറ്റി പറയാം. ഞാൻ മേടിച്ചൊരു മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നൊരു കേസാണത്. ഇതെന്തെങ്കിലുമൊക്കെ നമ്മൾ ചെറുതായിട്ടുള്ള രീതിയിൽ അസംബിൾ ചെയ്യാൻ പറ്റുന്നൊരു കേസാണത്. ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്, ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അതിന് ഞാൻ പവർ പ്ലഗിൻ്റെ സ്വിച്ച്, പവർ പ്ലഗും കൂടിയ സ്വിച്ച്, അതേമാതിരി ഒരു 3-പിൻ സോക്കറ്റ്, പിന്നെ ചെറിയ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന DC 2-3 സ്വിച്ചുകൾ, അതേപോലെ തന്നെ ഒരു വോൾട്ട് മീറ്റർ, ചെറിയൊരു LED ബൾബ് ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പുറത്തേക്കൊരു ഔട്ട്ഡോർ ലൈറ്റിന് വേണ്ടിയിട്ടായിട്ട് ഒരു ചെറിയ LED ബൾബ് വേറെ മേടിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ ആ സിസ്റ്റം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഇതിൽ 24 ബാറ്ററി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് സെക്കൻഡ് ഹാൻഡ് പഴയ ബാറ്ററി വെച്ചിട്ടാണ്. ഇതിലേക്ക് ഞാൻ ഇനി പുതിയ ബാറ്ററി കയറ്റും. ഇതാണ് ആ 12 വോൾട്ടിൻ്റെ ആ ഡിജിറ്റൽ മീറ്ററാണത്. ഇതിൽ കറക്റ്റ് വോൾട്ടേജ് അറിയാം നമുക്ക്. ഇതിനൊരു സെപ്പറേറ്റ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട് ഞാൻ. ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ എത്ര വോൾട്ടേജ് കുറയുന്നുണ്ടെന്നുള്ള കറക്റ്റായിട്ട് അറിയും ചെയ്യാം. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിന് മുന്നേ ചെയ്യാത്തതുകൊണ്ടാണ്. ഇനി അടുത്തത് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യാം. പിന്നെ ഞാൻ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതിനാണ് എന്താ പറയുക, ഒരു പ്ലൈവുഡ് ഉണ്ടല്ലോ, പ്ലൈവുഡ് അല്ല, ഇതിന് വേറെ എന്തെങ്കിലും മെറ്റലിന് എന്തൊരു പേര് പറയും, അലുമിനിയം ഫാബ്രിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ അത് ആ ഇതും കൂടി കാർഡും കൂടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ അതിനടിയിൽ സീറ്റിംഗ് ബുഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒന്നൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് വീണാൽ തന്നെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരു 100 വാട്ട്സിൻ്റെ ഒരു ബോർഡ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യുക, AC വർക്ക് ചെയ്യിക്കുക, DC വർക്ക് ചെയ്യിക്കുക. ഒരു AC ഫാൻ ഒരു 45 വാട്ട്സിൻ്റെ ഒക്കെ ഫാനൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ബൾബ് വർക്ക് ചെയ്യുന്നുണ്ട്. LED ബൾബ് അങ്ങൊരു 5 അല്ലെങ്കിൽ ഒരു 6 ബൾബൊക്കെ നമുക്ക് 10 വാട്ട്സിൻ്റെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. സംഭവം ഓക്കെയാണ്, സക്സസ് ആണ്. എൻ്റെ വോയിസിൽ വല്ല അപാകതകളൊക്കെ ഉണ്ടായിരിക്കും. ആർക്കും എന്ത് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആർക്കെങ്കിലും ടെക്നീഷ്യന്മാർക്ക് ഇതേപോലെ ഉണ്ടാക്കണമെന്നുണ്ടോ ഉണ്ടാക്കാം. ഇതിൽ നമുക്ക് സോൾഡറിങ് ഞാൻ ഉപയോഗിച്ച് നോക്കി. സോൾഡറിങ് ഏകദേശം ഒരു 20 മണിക്കൂറോളം വർക്ക് ചെയ്യുന്നുണ്ട്. 25 വാട്ടിൻ്റെ സോൾഡറിങ് ഒരു 20 മണിക്കൂറോളം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു 60 വാട്ട്സിൻ്റെ ബൾബാണ് ഞാൻ ലോഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പവർ ബാങ്കാണ്. ഞാൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. പക്ഷേ ഫിനിഷിങ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് LED TV ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇതിൽ LED TV 24 ഇഞ്ചിൻ്റെ LED TV ഞാൻ കൊടുത്തു നോക്കിയപ്പോൾ സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വലുത് ഞാൻ കൊടുത്തു നോക്കിയിട്ടില്ല, വലുതും വർക്ക് ചെയ്യേണ്ടതാണ്. 100 വാട്ട്സ് ഉണ്ടായതുകൊണ്ട് ചിലപ്പം കിട്ടേണ്ടതാണ്. ചാർജിങ്ങും പക്കയാണ്, കുഴപ്പമില്ല. 2.5 ആംപിയറിൻ്റെ ചാർജർ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ചാർജ്. ഈ പവർ പ്ലഗിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഞാനിതിൽ സ്വിച്ചും കൂടി ഇതിൽ കിട്ടി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐഡിയക്ക് അങ്ങനെ ചെയ്തെന്നുള്ളൂ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്തിട്ടുള്ളത്.
ആർക്കെങ്കിലും എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള രീതി എല്ലാവർക്കും അറിയാം. ഇത് നമുക്ക് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യന്മാർ ചില ഇതല്ല, പക്ഷെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാവുന്നതാണിത്. ഞാൻ ബൾബ് ലോഡ് ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഒരു 2 ആമ്പിയർ 2.5 ആമ്പിയർ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ചെയ്താൽ ഒരു 3 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആകുന്നുണ്ട്.